എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 പാരീസ് ഒളിമ്പിക്സിനെ പറ്റിയാണ്. അതായത് വരാനിരിക്കുന്ന പരീക്ഷകളിലൊക്കെ ഒരു നിർണായക ചോദ്യം ഒരു പക്ഷേ പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ചേക്കാം. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വേദിയാണ്. വേദിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 2024 വേദി എന്ന് പറയുന്നത് എവിടെയാണ്? പാരീസ് ആണ്. അപ്പോൾ 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്. പാരീസിൽ നടന്നത് 33ാമത് എഡിഷൻ ആണ്. അപ്പോൾ ഒളിമ്പിക്സിന്റെ 33ാമത് എഡിഷൻ നടന്നത് എവിടെയാണ്? അത് പാരീസിലാണ്. ഇനി ഓർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എത്ര തവണ പാരീസ് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്? അതായത് എത്ര തവണ പാരീസ് എന്തിട്ടുണ്ട്? ഒളിമ്പിക്സിന് വേദിയായിട്ടുണ്ട്? 3 തവണ. എത്രയാണ്? 3 തവണയാണ് വേദിയായിട്ടുള്ളത്. ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1900 ഏതാണ്? 1900, 1924, ഇപ്പോൾ എന്താണ് 2024. അപ്പോൾ 1900, 1924, 2024 എന്നീ വർഷങ്ങളിൽ പാരീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന പാരീസ് എന്താണ്? ഒളിമ്പിക്സിന് എന്താണ് 3 തവണ ആതിഥേയത്വം വഹിച്ച രണ്ടാമത്തെ നഗരമാണ്. അപ്പോൾ എന്താണ്? ഒളിമ്പിക്സിന് 3 വട്ടം ആതിഥേയത്വം വഹിച്ച രണ്ടാമത്തെ നഗരമാണ് എന്ന് പറയുന്നത് പാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സിന് 3 തവണ ആതിഥേയത്വം വഹിച്ച ആദ്യ നഗരം ഏതാണ്? അത് ലണ്ടൻ ആണ്. ഏതാണ്? ലണ്ടൻ ആണെന്ന് ഓർത്തു വയ്ക്കുക. അതായത് ലണ്ടൻ വേദിയായിട്ടുള്ളത് 1908, 1948, അതുപോലെ തന്നെ 2012. അപ്പോൾ ഈ 3 വർഷങ്ങളിൽ ലണ്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. അതായത് 1908, 1948, 2012 എന്നീ വർഷങ്ങളിൽ ലണ്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിമ്പിക്സിന് വേദിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത വർഷത്തെ വേദി നമുക്ക് നോക്കാം. 2028 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? അത് ലോസ് ഏഞ്ചൽസ് ആണ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് 2028 എന്താണ്? ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിനെ വേദിയാകുന്നതോടുകൂടി എന്താണ്? 3 വട്ടം ആതിഥേയത്വം വഹിച്ച 3ാമത്തെ നഗരമായിട്ട് ആര് മാറും? ലോസ് ഏഞ്ചൽസ് മാറും. അതായത് 1932, അതുപോലെ തന്നെ 1984, ഇനി എന്താണ്? 2028. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? ലോസ് ഏഞ്ചൽസും 3 വട്ടം ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച നഗരമായിട്ട് മാറും. അതുകൂടി ഓർക്കുക. ഇനി കഴിഞ്ഞ ഒളിമ്പിക്സ്, അതായത് 2020 ഒളിമ്പിക്സ് നമുക്കറിയാവുന്ന കാര്യമാണ്. എവിടെയായിരുന്നു? ടോക്കിയോയിലായിരുന്നുള്ള കാര്യം നമുക്കറിയാം. 2020 ഒളിമ്പിക്സ് ആണെങ്കിലും അത് നടന്നതെന്നാണ് 2021. അതുകൂടി ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഭാഗ്യചിഹ്നത്തിലേക്ക് വരാം. അതായത് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഓൾറെഡി നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്? ഒളിമ്പിക് ഫ്രിഡ്ജ് ആണ്. എന്താണ്? ഒളിമ്പിക് ഫ്രിഡ്ജ്. അപ്പോൾ ഒളിമ്പിക്സിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഒളിമ്പിക് ഫ്രിഡ്ജും, അതുപോലെ തന്നെ പാരാലിമ്പിക്സ് 2024 പാരാലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് പാരാലിമ്പിക് ഫ്രിഡ്ജുമാണ്. അതായത് പാരീസിന്റെ ഫ്രിജിയൻ ക്യാപ്പിൽ നിന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഭാഗ്യചിഹ്നത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്താണ്? ആ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതായത് ഇതെന്ന് പറയുന്നത് ഒളിമ്പിക് ഫ്രിഡ്ജ് ആണ്, അതുപോലെ തന്നെ പാരാലിമ്പിക് ഫ്രിഡ്ജ് ആണ് ഈ കാണുന്നത് എന്ന് പറയുന്നത്. അതായത് അതിനൊരു ചെറിയൊരു അംഗവൈകല്യം ഉണ്ട്. അപ്പോൾ അത് പാരാലിമ്പിക് ഫ്രിഡ്ജ്, അതുപോലെ തന്നെ എന്താണ്? ഒളിമ്പിക് ഫ്രിഡ്ജ്. അപ്പോൾ ഫ്രിഡ്ജസ് ആണെന്ന് പറയുന്നത് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കാം. അതായത് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് 2024 ജൂലൈ 26. അതായത് 2024 ജൂലൈ 26 മുതൽ 2024 ഓഗസ്റ്റ് 11 വരെയാണ് എന്ത് ചെയ്തിരുന്നത്? ഈ പറയുന്ന ഒളിമ്പിക്സ് നടന്നത്. അപ്പോൾ 2024 ജൂലൈ 26 ടു 2024 ഓഗസ്റ്റ് 11 വരെയാണ് ഒളിമ്പിക്സ്. ഇനി ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ എന്താണ്? അമേരിക്കയിൽ നിന്നായിരുന്നു. അപ്പോൾ എന്താണ്? ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്തത് എവിടെ നിന്നായിരുന്നു? അമേരിക്കയിൽ നിന്നായിരുന്നു. ഇനി അതുപോലെ തന്നെ സൊമാലിയ, അതുപോലെ ബെലിസ്, നൗറോ, ലിച്ചൻസ്റ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഒരു അത്ലറ്റ് മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ? പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് അത്ലറ്റുകൾ പങ്കെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ്, അതായത് ഒരംഗം മാത്രം പങ്കെടുത്ത ചില രാജ്യങ്ങളാണ് സൊമാലിയ, ബെലിസ്, നൗറു, ലിച്ചൻസ്റ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഒരു അത്ലറ്റ് മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി പറയുന്ന ഉദ്ഘാടന ചടങ്ങിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതായത് ആദ്യമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് എന്ത് ചെയ്തു? മാർച്ച് പാസ്റ്റ്, ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള മാർച്ച് പാസ്റ്റ് ആദ്യമായിട്ട് എന്ത് ചെയ്തു? സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് നടന്നുള്ള കാര്യം എന്ത് ചെയ്യുക? വളരെ കാര്യമായിട്ട് ഓർക്കുക. അതായത് സെൻ നദിക്കരയിലാണ്. എവിടെയാണ്? സെൻ നദിയിലാണ് നടന്നെന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ സെൻ നദിയിലാണ് നടന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാർച്ച് പാസ്റ്റിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ഒളിമ്പിക്സിന്റെ മാർച്ച് പാസ്റ്റിൽ എന്താണ് മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? അത് ഗ്രീസ് ആണ്. ഏതാണ്? ഗ്രീസ് ആണ് മുന്നിൽ നിന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും പിന്നിൽ നിന്ന രാജ്യം ഏതാണ്? അപ്പോൾ ഈ ഒരു മാർച്ച് പാസ്റ്റിന്റെ ഏറ്റവും പിന്നിൽ നിന്ന രാജ്യം ഏതാണ്? അത് ആതിഥേയ രാജ്യമാണ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്?
ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ മാർച്ച് പാസ്റ്റിൽ ഏറ്റവും പിന്നിൽ നിന്ന രാജ്യം ഏതാണ്? അത് ആതിഥേയ രാജ്യമായിട്ടുള്ള എന്താണ് ഫ്രാൻസ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പോൾ ഫ്രാൻസ് ആണ് ഏറ്റവും അവസാനം നിന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു എന്താണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ്. അപ്പോൾ എന്താണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ്? ഒന്ന് അജാന്ത ശരത് കമൽ, അതുപോലെ തന്നെ PV സിന്ധു. ആരൊക്കെയാണ്? അജാന്ത ശരത് കമലും അതുപോലെ തന്നെ PV സിന്ധു. അജാന്ത ശരത് കമലിനെ നമുക്കറിയാം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട താരമാണ് ആരെന്ന് പറയുന്നത്, അജാന്ത ശരത് കമൽ. അപ്പോൾ എന്താണ് ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ട താരമാണ് അജാന്ത ശരത് കമൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹത്തിന് 2022 ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്ത് പുരസ്കാരമാണ്? ഖേൽ രത്ന പുരസ്കാരം. അപ്പോൾ അജാന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമാണ്, 2022 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി PV സിന്ധുവിലേക്ക് വരികയാണെങ്കിൽ PV സിന്ധു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബാഡ്മിന്റൺ ആണ്. ഏതാണ്? ബാഡ്മിന്റൺ താരമാണ് ആരെന്ന് പറയുന്നത്, PV സിന്ധു എന്ന് പറയുന്നത്. ഇനി PV സിന്ധുവിനെ പറ്റി പറയുകയാണെങ്കിൽ PV സിന്ധു 2 ഒളിമ്പിക്സുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഒളിമ്പിക്സുകളാണ്? 2016 അതുപോലെ തന്നെ 2020. അപ്പോൾ 2016, 2020 ഒളിമ്പിക്സുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, PV സിന്ധു മെഡൽ നേടിയിട്ടുണ്ട്. അതായത് 2 ഒളിമ്പിക് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്, PV സിന്ധു എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടി കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ PV സിന്ധുവിന് 2016 എന്ത് ചെയ്തിട്ടുണ്ട്, ഖേൽ രത്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ PV സിന്ധു 2 ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുണ്ട്. 2016, 20 അതായത് 24 എന്ത് ചെയ്തിട്ടില്ല, മെഡൽ ലഭിച്ചിട്ടില്ല. 2014 അതുപോലെ തന്നെ PV സിന്ധുവിന് എന്ത് ലഭിച്ചിട്ടുണ്ട്, ഖേൽ രത്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഉദ്ഘാടന ചടങ്ങിൽ എന്താണ് പതാക ഏന്തിയവരെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സമാപന സമ്മേളനത്തിൽ എന്ത് ചെയ്തു, ഇന്ത്യൻ പതാക ഏന്തിയത്. അപ്പോൾ സമാപന സമ്മേളനത്തിൽ എന്താണ് സമാപനത്തിൽ ഒളിമ്പിക്സിന്റെ സമാപനത്തിൽ എന്ത് ചെയ്തു, ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ്? അത് PR ശ്രീജേഷും അതുപോലെ തന്നെ മനു ഭാക്കർ. ആരൊക്കെയാണ്? PR ശ്രീജേഷും മനു ഭാക്കറുമാണ് പതാക ഏന്തിയത്. സമാപനത്തിൽ പതാക ഏന്തിയത് PR ശ്രീജേഷ് നമുക്കറിയാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഹോക്കിയാണ്. അപ്പോൾ ഹോക്കി താരമാണ് ആരെന്ന് പറയുന്നത്, PR ശ്രീജേഷ് എന്ന് പറയുന്നത്. കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മനു ഭാക്കർ ഏതാണ്, ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട താരമാണ് ആരെന്ന് പറയുന്നത്, മനു ഭാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ മനു ഭാക്കറിന് ഈ ഒരു ഒളിമ്പിക്സിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്ത് തന്നെ പോവാം. ഇപ്പോൾ ഓർത്ത് വയ്ക്കാം, മനു ഭാക്കർ എന്താണ് ഷൂട്ടിംഗ് താരമാണ്, അതുപോലെ തന്നെ PR ശ്രീജേഷ് ഹോക്കി താരമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എന്ത് ചെയ്തത്, സമാപനത്തിൽ പതാക ഏന്തിയത്. അതുപോലെ തന്നെ ഉദ്ഘാടനത്തിൽ പതാക ഏന്തിയത് ആരൊക്കെയാണ്? അത് അജാന്ത ശരത് കമലും അതുപോലെ തന്നെ PV സിന്ധുവാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കാൻ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് ഒളിമ്പിക് ജ്വാല തെളിയിച്ച ഗ്രീക്ക് നടി ആരാണ്? അപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്നതിനൊക്കെ മുന്നോടിയായിട്ട് എന്താണ് ഈ ഒളിമ്പിക്സിന്റെ ജ്വാല തെളിയിക്കുകയുണ്ട്. അപ്പോൾ അത് തെളിയിച്ച ഗ്രീക്ക് നടി ആരെന്നാണ്? അത് മേരി മിനയാണ്. ആരാണ്? മേരി മിന എന്ന് പറയുന്ന ഗ്രീക്ക് നടിയാണ് ഒളിമ്പിക്സിന് മുന്നോടിയായിട്ടുള്ള എന്താണ് ഒളിമ്പിക് ദീപജ്വാല എന്ത് ചെയ്തത്, തെളിയിച്ചെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് പോവുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മുൻപൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഒളിമ്പിക്സ് അല്ലെങ്കിൽ പാരാലിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് മെഡൽ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നോക്കാൻ പോകുന്നതാണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ ടേബിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 1ാം സ്ഥാനത്തുള്ളത് US ആണ്. അപ്പോൾ 1ാം സ്ഥാനത്ത് മെഡൽ ടേബിൾ 1ാം സ്ഥാനത്തുള്ള ആരാണ്? US ആണ്. അതായത് 40 സ്വർണം, അതുപോലെ തന്നെ 44 വെള്ളി, 41 വെങ്കലം, അങ്ങനെ ആകെ 125 മെഡലുകളാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന US നേടിയെന്നുള്ള കാര്യം ഓർക്കാം. ഇനി 2ാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചൈനയ്ക്കും US-നും എന്താണ് സ്വർണത്തിന്റെ എണ്ണം ഒരേ എണ്ണമാണ്. അത് 40 സ്വർണം വീതമാണ് 2 രാജ്യങ്ങളും നേടിയിട്ടുള്ളത്. അതായത് US ഏറ്റവും അവസാനം നടന്ന ഈവന്റിലാണ് എന്ത് ചെയ്തത് ആ ഒരു സ്വർണ്ണം നേടി 1ാം സ്ഥാനത്തേക്ക് എത്തിയെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ചൈന 2ാം സ്ഥാനത്താണ്, 40 സ്വർണ്ണമുണ്ട്, അതുപോലെ തന്നെ 27 വെള്ളി, 24 വെങ്കലം, അതുപോലെ തന്നെ ഇതാണ് ആകെ 91 മെഡലുകളാണ് ആര് നേടിയത്? ചൈന നേടി. അപ്പോൾ 2ാം സ്ഥാനത്ത് ചൈനയാണ്. അപ്പോൾ ഇനി 3ാം സ്ഥാനത്ത് ജപ്പാനാണ്. ജപ്പാൻ 20 സ്വർണം, അതുപോലെ തന്നെ 12 വെള്ളി, 13 വെങ്കലം, അങ്ങനെ ആകെ 45 മെഡലുകളാണ് ആര് നേടിയത്? ജപ്പാൻ നേടിയത്. നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്ഥാനമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് 71ാം സ്ഥാനത്താണ്. അപ്പോൾ ഓർക്കുക, ഇന്ത്യ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡൽ ടേബിളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 71 അതായത് ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മെഡലുകളാണ്. ഇന്ത്യക്ക് ഈ വർഷം സ്വർണ്ണമൊന്നും ലഭിച്ചിട്ടില്ല. ആകെ 1 വെള്ളിയും 5 വെങ്കലവുമാണ് ലഭിച്ചത്. അപ്പോൾ എന്താണ് ഇന്ത്യക്ക് ആകെ ലഭിച്ചത്? 1 വെള്ളിയും 5 വെങ്കലവുമാണ്. അങ്ങനെ ആകെ 6 മെഡലുകൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോക്കിയോ ഒളിമ്പിക്സുമായിട്ട് ഇന്ത്യയുടെ മെഡൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് 2020 ടോക്കിയോ ഒളിമ്പിക്സ് നമുക്കറിയാം 2021 നടന്നത്. അപ്പോൾ ആ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡൽ ടേബിളിൽ എത്രാമതായിരുന്നു? 48ാമത്. എത്രാമതാണ്? 48ാമതാണ് ഇന്ത്യ ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് അന്ന് ലഭിച്ചത്? ഇന്ത്യക്ക് അന്ന് 7 മെഡലുകൾ. അപ്പോൾ ഓർക്കുക, ഇന്ത്യക്ക് അന്ന് 7 മെഡലുകളാണ് ലഭിച്ചത്. ഇപ്പോൾ 2024 ഇന്ത്യക്ക് 6 മെഡലുകളാണ്. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ഇന്ത്യ 71ാം സ്ഥാനത്താണെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു.
ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു രാജ്യത്തെ കൂടി ഓർത്ത് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെഡൽ ടേബിളിൽ ആതിഥേയ രാജ്യമായിട്ടുള്ള ഫ്രാൻസ് എത്രാം സ്ഥാനത്താണ്? ഫ്രാൻസ് 5ാം സ്ഥാനത്താണ്. അപ്പോൾ ഓർക്കുക, ഫ്രാൻസ് ഈ ഒരു മെഡൽ ടേബിളിൽ എത്രാമതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാം സ്ഥാനത്താണ്. കാരണം ഫ്രാൻസ് ആതിഥേയ രാജ്യമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, ഫ്രാൻസ് മെഡൽ ടേബിളിൽ 5ാം സ്ഥാനത്തായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇന്ത്യ ഒളിമ്പിക്സിൽ 6 മെഡലുകളാണ് നേടിയത്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 വെള്ളിയും 5 വെങ്കലവുമാണ് നേടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ ഒരേ ഒരു വെള്ളി, ആ വെള്ളി നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. ആരാണ്? നീരജ് ചോപ്രയാണ് ഈ ഒരു വെള്ളി മെഡൽ നേടിയത്. അദ്ദേഹത്തിന്റെ ഈവന്റ് നമുക്ക് അറിയാവുന്നതാണ്. ഏതാണ് അദ്ദേഹത്തിന്റെ ഈവന്റ് എന്ന് പറയുന്നത്? ജാവലിൻ ത്രോ ആണ്. അപ്പോൾ പുരുഷ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. അദ്ദേഹം എത്ര ദൂരം എറിഞ്ഞിട്ടാണ് മെഡൽ നേടിയത്? അത് 89.45 മീറ്റർ. എത്രയാണ്? 89.45 മീറ്റർ ദൂരം എറിഞ്ഞാണ് എന്ത് ചെയ്തത്? നീരജ് ചോപ്ര എന്താണ് വെള്ളി നേടിയെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇവന്റിൽ സ്വർണ്ണം നേടിയ താരത്തെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. അദ്ദേഹം എന്ന് പറയുന്നത്, അതിന്റെ പേരെന്ന് പറയുന്നത് അർഷാദ് നദീം എന്നാണ്. എന്താണ്? അർഷാദ് നദീം എന്ന് പറയുന്ന പാകിസ്ഥാൻ താരമാണ് എന്ത് ചെയ്തത്? സ്വർണ്ണം നേടിയത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, അർഷാദ് നദീം എന്ന് പറയുന്ന പാകിസ്ഥാൻ താരമാണ് സ്വർണ്ണം നേടിയത്. അദ്ദേഹം 92.97 മീറ്റർ, എത്രയാണ്? 92.97 മീറ്റർ ദൂരം എറിഞ്ഞാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സ്വർണ്ണം നേടിയെന്നുള്ള കാര്യം ഓർക്കുക. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് പാകിസ്ഥാന് വേണ്ടി ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണ്ണം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന അർഷാദ് നദീം. അപ്പോൾ പാകിസ്ഥാന്റെ ആദ്യ വ്യക്തിഗത സ്വർണ്ണം നേടിയ വ്യക്തി അർഷാദ് നദീമാണ്. ജാവലിൻ ത്രോയാണ്. കാര്യമായിട്ട് ഓർക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നീരജ് ചോപ്രയിലേക്ക് വരാം. നീരജ് ചോപ്രയിലേക്ക് വരുമ്പോൾ എന്താണ്, അദ്ദേഹം ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? ഹരിയാന. അപ്പോൾ എന്താണ്, നീരജ് ചോപ്ര എന്ന് പറയുന്നത് ഹരിയാന സ്വദേശിയാണ്. അതുപോലെ തന്നെ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന് ഗോൾഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ അന്ന് അദ്ദേഹം സ്വർണ്ണം നേടിയ ഓഗസ്റ്റ് 7 എന്തായിട്ട് ആചരിക്കുന്നു? ജാവലിൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും എന്ത് ചെയ്യുക, കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണ്ണം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന നീരജ് ചോപ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഇനി അടുത്ത മെഡൽ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മനു ഭാക്കർ. ആരാണ്? മനു ഭാക്കറാണ്. മനു ഭാക്കർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതാണ് ഷൂട്ടിംഗ് താരമാണ്. അതായത് ഈ ഒരു ഒളിമ്പിക്സിനെ പറ്റി പറയുമ്പോൾ മനു ഭാക്കറിനെ പറ്റി പറയാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഒളിമ്പിക്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു ഒളിമ്പിക്സിൽ മനു ഭാക്കർ 2 മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. 2 വെങ്കലമാണ്. 2 വെങ്കല മെഡൽ നേട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മനു ഭാക്കർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ആദ്യത്തെ വെങ്കലം എന്ന് പറയുന്നത് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഈവന്റ് ആണ്. ഏതാണ്? വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഈവന്റിലാണ് എന്ത് ചെയ്തത്? മനു ഭാക്കർ വെങ്കല മെഡൽ നേടിയത്. അതായത് 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ നേട്ടം ആരിലൂടെയായിരുന്നു? ഈ പറയുന്ന മനു ഭാക്കറിലൂടെയായിരുന്നു. ഇനി അതുപോലെ തന്നെ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആദ്യ വനിത കൂടിയാണ് ആരെന്ന് പറയുന്നത്? മനു ഭാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, എന്താണ്, ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ നേടിയ ആദ്യ വനിത അത് ആരാണ്? മനു ഭാക്കറാണ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത മനു ഭാക്കറിന്റെ മറ്റൊരു മെഡൽ നേട്ടം എന്ന് പറയുന്നത് സരബ്ജോത് സിംഗുമായിട്ടായിരുന്നു. അതായത് ഏത് ഈവന്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഈവന്റിലാണ്. ഏതാണ്? 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഈവന്റിലായിരുന്നു ഇരുവരും എന്തായത് വെങ്കല മെഡൽ നേടി. വെങ്കലാണെന്ന് ഓർക്കുക. അതായത് മനു ഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യം ഷൂട്ടിങ്ങിൽ എന്താണ് വെങ്കല മെഡൽ നേടി. അതായത് ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഈ ഒരു ഈവന്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സഖ്യം എന്ത് ചെയ്യുന്നത്? ഷൂട്ടിങ്ങിൽ വെങ്കല എന്താണ് മെഡൽ നേടുന്നത്. അപ്പോൾ എന്താണ്, ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സഖ്യം എന്ത് ചെയ്തു? ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയത്. ഒരു ടീം ഈവന്റിൽ എന്ത് ചെയ്തു? മെഡൽ നേടി. ഷൂട്ടിങ്ങിൽ മെഡൽ നേടി. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനു ഭാക്കർ, സരബ്ജോത് സിംഗ് സഖ്യമാണ്. രണ്ടുപേരും എന്താണ് ഹരിയാന സ്വദേശികളാണ്. അപ്പോൾ ഈ ഒരു നേട്ടത്തോടു കൂടി മനു ഭാക്കർ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കി. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഒളിമ്പിക്സിൽ ഒരു ഇന്ത്യൻ താരം എന്ത് ചെയ്യുന്നത്? 2 മെഡലുകൾ നേടുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ താരം എന്ന് പറയുന്നത് ആരാണ്? മനു ഭാക്കർ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഹരിയാന സ്വദേശിയാണെന്നുള്ള കാര്യം ഓർക്കുക. 2020 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. ഇനി അടുത്തത് മറ്റൊരു വെങ്കല മെഡൽ, അതായത് സ്വപ്നിൽ കുസാലെ. ഏതാണ്? സ്വപ്നിൽ കുസാലെ. അദ്ദേഹം പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലാണ് എന്ത് ചെയ്തത്? മെഡൽ നേടിയത്. ഇനി ഈ പറയുന്ന സ്വപ്നിൽ കുസാലെ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര താരമാണ്. അപ്പോൾ എന്താണ്, മഹാരാഷ്ട്ര എന്നുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സ്വപ്നിൽ കുസാലെ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, ഇവരുടെ ഒക്കെ ഒരു സ്റ്റേറ്റ് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് പോവുക. കാരണം ഇതിനു മുൻപ് എന്താണ്, നീരജ് ചോപ്ര ഏത് സ്റ്റേറ്റിൽ നിന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കുക, സ്വപ്നിൽ കുസാലെ മഹാരാഷ്ട്രക്കാരനാണ്. ഇനി അടുത്തത് പുരുഷ ഹോക്കി ടീമാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവരെ വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ 2024 എന്താണ് പാരീസ് ഒളിമ്പിക്സിലും അവർ എന്ത് ചെയ്തു? വെങ്കല മെഡൽ നേടി. അതായത് ഈ ഒരു സെമി പോരാട്ടത്തിൽ ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിനിനെ പരാജയപ്പെടുത്തി. അതായത് വെങ്കല മെഡലിനുള്ള പോരാട്ടത്തിൽ ഇവർ ആരെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ്? സ്പെയിനിനെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ ടീം ജേതാക്കളായെന്നുള്ള, അതായത് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ജേതാക്കളായതെന്നുള്ള കാര്യം ഓർക്കുക. ഇതിൽ 1ാം സ്ഥാനത്ത് ആരാണ്? 1ാം സ്ഥാനം നേടിയത് നെതർലൻഡും, 2ാം സ്ഥാനത്ത് ആരാണ്? ജർമ്മനിയും ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി
ഈ പറയുന്ന പുരുഷ ഹോക്കി ടീമിനെ നയിച്ചത് ആരാണ്? അത് ഹർമൻപ്രീത് സിംഗ് ആണ്. ആരാണ്? ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ടീമിനെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിച്ചത്. അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള PR ശ്രീജേഷ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ടീമിൽ അംഗമായിരുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഒരു വെങ്കല മെഡൽ പോരാട്ടത്തിനായുള്ള മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾ നേടിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഹർമൻപ്രീത് സിംഗ് തന്നെയാണ്. അതുകൂടി എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ ഒരു ഹോക്കി മത്സരത്തോടു കൂടി, അതായത് ഈ ഒരു വെങ്കല മെഡൽ നേട്ടത്തോടു കൂടി PR ശ്രീജേഷ് എന്ത് ചെയ്തു? ഹോക്കിയിൽ നിന്ന് വിരമിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അത് PR ശ്രീജേഷിന് എന്താണ് വിരമിക്കട്ടെ. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പറുള്ള 16 എന്ത് ചെയ്തു? ഇനി മുതൽ ആർക്കും നൽകില്ല എന്ന് എന്ത് ചെയ്തു? ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്തു പോവുക. ഇനി മറ്റൊരു മെഡൽ നേട്ടമാണ്, അത് അമൻ സറാവത്താണ്. ആരാണ്? അമൻ സറാവത്താണ്. അദ്ദേഹം 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി പുരുഷ വിഭാഗത്തിലാണ്. അപ്പോൾ എന്താണ് അമൻ സറാവത്ത് ഏത് ഈവന്റിലാണ്? ഗുസ്തിയിലാണ് മെഡൽ നേടിയത്, വെങ്കല മെഡലാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട്, അതായത് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അത് അമൻ സഹറാവത്താണ്. അപ്പോൾ എന്താണ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അത് അമൻ സഹറാവത്താണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒളിമ്പിക്സ് മെഡൽ നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ ഒളിമ്പിക്സ് മെഡൽ നേട്ടങ്ങൾക്ക് പുറമെ ഈ ഒരു ഒളിമ്പിക്സിൽ ശ്രദ്ധ ആകർഷിച്ച ചില ഇന്ത്യൻ താരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കൂടി എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തു പോകണം. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പാരീസ് ഒളിമ്പിക്സിൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന പ്രായം കൂടിയ ഇന്ത്യൻ താരം. അപ്പോൾ എന്താണ് പങ്കെടുത്ത പ്രായം കൂടിയ ഇന്ത്യൻ താരം ആരാണ്? അത് രോഹൻ ബൊപ്പണ്ണയാണ്. നമുക്കറിയാം അദ്ദേഹം ടെന്നീസ് താരമാണ്. ഇനി അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് 2023 നടന്ന കോഫി കോൺഫറൻസിന്റെ ബ്രാൻഡ് അംബാസഡർ ആരായിരുന്നു? ഈ പറയുന്ന രോഹൻ ബൊപ്പണ്ണയായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഈ പറയുന്ന 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം. അപ്പോൾ പ്രായം കൂടി ഇന്ത്യൻ താരം ആരാണെന്ന് പറഞ്ഞു? രോഹൻ ബൊപ്പണ്ണയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ്? അത് ദിനിധി ദേശിംഗു. ആരാണ്? ദിനിധി ദേശിംഗു ആണ്. നീന്തൽ താരമാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ എന്താണ് നീന്തൽ താരമാരുള്ള ദിനിധി ദേശിംഗു ആണ് എന്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അതുപോലെ തന്നെ പ്രായം കൂടിയത് രോഹൻ ബൊപ്പണ്ണയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. പ്രധാനമായിട്ടും ഇവരുടെ ഈവന്റുകൾ ഓർത്ത് വയ്ക്കുക. ഇനി മറ്റു ചില താരങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മണിക ബത്ര. ആരാണ്? മണിക ബത്ര. നമുക്കറിയാം മണിക ബത്ര എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട താരമാണ്? ടേബിൾ ടെന്നീസ് ആണ്. ഏതാണ്? ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ട താരമാണ്. ആരെന്ന് പറയുന്നത്? മണിക ബത്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണിക ബത്രയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 2020 എന്ത് ലഭിച്ചിട്ടുണ്ട്? ഖേൽ രത്ന ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2020 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു അംഗീകാരം ലഭിക്കുന്ന ആദ്യ ടേബിൾ ടെന്നീസ് താരമാണ് ആരെന്ന് പറയുന്നത്? മണിക ബത്ര. രണ്ടാമത്തെ ആരാണ്? അജന്ത ശരത്കമലാണ്. അപ്പോൾ ഈ പറയുന്ന മണിക ബത്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ എന്താണ് അതിന്റെ പ്രീ ക്വാർട്ടറിൽ എത്തുകയും ചെയ്തു. എന്താണ്? പ്രീ ക്വാർട്ടറിൽ എത്തുകയും ചെയ്തു. അതോടുകൂടി ഒരു നേട്ടം കൂടി എന്ത് ചെയ്തു? മണിക ബത്ര സ്വന്തമാക്കി. അതായത് ടേബിൾ ടെന്നീസിന്റെ വനിതാ സിംഗിൾസിൽ പ്രീ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത്? മണിക ബത്ര. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്തത് മീരാഭായ് ചാനു ആണ്. നമുക്കറിയാം വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് മീരാഭായ് ചാനുവിന്റെ ഈവന്റ് എന്ന് നമുക്കറിയാവുന്നതാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു വെള്ളി മെഡൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മീരാഭായ് ചാനു നേടിയിട്ടുണ്ടായിരുന്നു. ഒരു വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2024 പാരീസ് ഒളിമ്പിക്സിൽ എന്ത് ചെയ്തു? മീരാഭായ് ചാനു 4ാം സ്ഥാനത്തായി പോയി. എന്താണ്? മീരാഭായ് ചാനു 4ാം സ്ഥാനത്താണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി മീരാഭായ് ചാനുവിന്റെ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2018 ലഭിച്ചത്. ഇനി ഏറ്റവും നിർണായകമായ പേരാണ് വിനേഷ് ഫോഗട്ട്. ഏതാണ് വിനേഷ് ഫോഗട്ട്? നമുക്കറിയാം ഗുസ്തിയാണ്. ഇതാണ് ഗുസ്തിയാണ് ഈവന്റ് എന്ന് പറയുന്നത്. ഏത് വിഭാഗമാണ്? 50 കിലോഗ്രാം. ഏതാണ്? 50 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്ത് ചെയ്തു? വിനേഷ് ഫോഗട്ട് ഫൈനലിൽ എത്തിയെങ്കിലും ഈ ഒരു 50 കിലോഗ്രാം ശരീരഭാരത്തിൽ എന്താണ് ഒരു 100 ഗ്രാം കൂടിപ്പോയി. എന്താണ്? ഒരു 100 ഗ്രാം കൂടിപ്പോയി എന്നതിന്റെ പേരിൽ എന്ത് ചെയ്തു? വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടു. അപ്പോൾ എന്താണ്? ഒളിമ്പിക്സിന്റെ ഗുസ്തി ഫൈനലിൽ എത്തി. പക്ഷേ എന്താണ് ഈ ഒരു 100 ഗ്രാം കൂടി എന്നതിന്റെ പേരിൽ എന്ത് ചെയ്തു? അയോഗ്യയാക്കപ്പെട്ട താരമാണ് ആരെന്ന് പറയുന്നത്? വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന വിനേഷ് ഫോഗട്ടിനും 2020 എന്ത് ചെയ്തിട്ടുണ്ട്? ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2016 എന്ത് ചെയ്തിട്ടുണ്ട്? അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് പുരസ്കാരങ്ങളും 2023 എന്ത് ചെയ്തു? വിനേഷ് ഫോഗട്ട് കർത്തവ്യ ബദൽ എന്ത് ചെയ്തു? ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത താരം എന്ന് പറയുന്നത് ആൻറ്റീം പങ്കൽ. ആരാണ്? ആൻറ്റീം പങ്കലാണ്. ആൻറ്റീം പങ്കൽ എന്ന് പറയുന്നത് ഗുസ്തി താരമാണ്. അപ്പോൾ ആൻറ്റീം പങ്കൽ എന്ന് പറയുന്നത് ഗുസ്തി താരമാണ്. പക്ഷേ ഇവിടെ ആൻറ്റീം പങ്കൽ നമ്മൾ ഓർത്ത് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒളിമ്പിക്സിന്റെ അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിൽ തിരിച്ചയക്കപ്പെട്ട താരമാണ് ആരെന്ന് പറയുന്നത്? ആൻറ്റീം പങ്കൽ. ഓൾറെഡി തന്നെ അവരുടെ മത്സരമൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും ഈ പറയുന്ന അക്രഡിറ്റേഷൻ കാർഡ് എന്ത് ചെയ്തു? ദുരുപയോഗം ചെയ്തു എന്ന പേരിൽ എന്ത് ചെയ്തു? ആൻറ്റീം പങ്കൽ എന്ത് ചെയ്തു? തിരിച്ചയക്കപ്പെട്ടു. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കും. അപ്പോൾ വരാനിരിക്കുന്ന വർഷം ഒരുപാട് പരീക്ഷകൾ വരാനിരിക്കുകയാണ്. അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LGS. ഇനി അതുപോലെ തന്നെ +2 യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള CPO, CEO, അതുപോലെ തന്നെ ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഇനി ഇതിന് പുറമെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, എക്സൈസ് ഇൻസ്പെക്ടർ. അതിന് പുറമെ തന്നെ മറ്റ് ടീച്ചിങ് എക്സാംസുകളൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സാംസിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് അക്കാഡമി ക്ലാസ്സുകളും അതുപോലെ തന്നെ റാങ്ക് ഫയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള എന്താണ് ഇന്ത്യയുടെ ചെഫ് ഡി മിഷൻ ആരായിരുന്നു? അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ചെഫ് ഡി മിഷൻ ആരായിരുന്നു? അത് ഗഗൻ നാരംഗ് ആണ്. ഗഗൻ നാരംഗ് ആണ്. ഗഗൻ നാരംഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം എന്താണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുണ്ട്. ഏത് ഒളിമ്പിക്സാണ്? 2012 ഒളിമ്പിക്സ് ആണ്. അപ്പോൾ 2012 ഒളിമ്പിക്സിൽ ഇദ്ദേഹം ഒരു വെങ്കല മെഡൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗഗൻ നാരംഗ് 2012 ഒളിമ്പിക്സിൽ ഒരു വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് 2024 പാരീസ് ഒളിമ്പിക്സിന് എന്താണ് ഇന്ത്യയുടെ ചെഫ് ഡി മിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആദ്യം നിശ്ചയിച്ചിരുന്നത്, അതായത് 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ചെഫ് ഡി മിഷനായിട്ട് ആദ്യം എന്താണ് നിശ്ചയിച്ചിരുന്നത്? ഗഗൻ നാരംഗിനെ അല്ല. ആദ്യം നിശ്ചയിച്ചത് മേരി കോമിനെ ആയിരുന്നു. ആരാണ്? ആദ്യം മേരി കോമിനെയാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നെ എന്ത് ചെയ്തു? മേരി കോം പിന്മാറുകയും അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്? ഗഗൻ നാരംഗ് ചുമതലയേൽക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൂടി ഓർക്കുക. ഇനി അടുത്തത് ഈ ഒരു ഒളിമ്പിക്സിനോടനുബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യയുടെ ഒരു താരത്തിന് ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നോക്കുന്നത്. 2024 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ താരം. അപ്പോൾ 2024 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ താരം ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇദ്ദേഹം ഒരു ഒളിമ്പിക് മെഡൽ 2008 ഏത് ഒളിമ്പിക്സ് ആണ്? ബീജിംഗ് ഒളിമ്പിക്സ്. 2008 ബീജിംഗ് ഒളിമ്പിക്സ് ഇദ്ദേഹം ഒരു സ്വർണ്ണ മെഡൽ ഷൂട്ടിങ്ങിൽ നേടിയിട്ടുണ്ടായിരുന്നു. ആ സ്വർണ്ണ മെഡലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അഭിനവ് ബിന്ദ്ര. അപ്പോൾ ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ വ്യക്തി ആരാണ്? അഭിനവ് ബിന്ദ്രയും. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വ്യക്തി ആരാണ്? അത് നീരജ് ചോപ്രയാണ്. ഒരിക്കലും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അപ്പോൾ അഭിനവ് ബിന്ദ്രയ്ക്ക് 2024 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒളിമ്പിക് ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ 2024 ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ താരവുമാർ തന്നെയാണ്. അതും അഭിനവ് ബിന്ദ്ര തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഓർത്തു പോവുക. ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റു ചില മെഡൽ നേട്ടങ്ങളെ പറ്റിയാണ്. അതായത് 2024 പാരീസ് ഒളിമ്പിക്സിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില മെഡൽ നേട്ടങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫുട്ബോളാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിലെ ഫുട്ബോളിലെ മെഡൽ നേട്ടത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുരുഷ വിഭാഗത്തിൽ സ്വർണം. അപ്പോൾ ഫുട്ബോളിലെ പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയത് സ്പെയിൻ ആണെന്ന് ഓർക്കുക. അപ്പോൾ സ്പെയിൻ ആണ് 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗത്തിൽ എന്ത് ചെയ്ത സ്വർണം നേടിയത്. ഇതേ സ്പെയിൻ തന്നെയാണ് 2024 യൂറോ കപ്പ് നേടിയത്. ഇനി വെള്ളി മെഡൽ നേടിയത് ആരാണ്? വെള്ളി മെഡൽ നേടിയത് ഫ്രാൻസ് ആണ്. അപ്പോൾ ഓർക്കുക, ഫ്രാൻസ് വെള്ളി മെഡൽ നേടിയെന്ന് ഓർക്കുക. ഇനി അതുപോലെ തന്നെ മൊറോക്കയാണ് വെങ്കലം നേടിയത്. അപ്പോൾ മൊറോക്ക വെങ്കലം നേടിയെന്നുള്ള കാര്യം കൂടി ഓർക്കുക. സ്വർണ്ണം സ്പെയിൻ ആണ്, വെള്ളി ഫ്രാൻസ് ആണ്, മൊറോക്കോയ്ക്കാണ് എന്ത് ചെയ്തത്? വെങ്കല മെഡൽ ലഭിച്ചതെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി വനിതാ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണ മെഡൽ നേടിയത് USA ആണ്. അപ്പോൾ എന്താണ്? USA ആണ് വനിതാ വിഭാഗത്തിൽ സ്വർണ്ണം നേടിയത്. അവിടെ വെള്ളി മെഡൽ നേടിയത് ആരാണ്? അത് ബ്രസീലാണ്. അപ്പോൾ ബ്രസീലാണ് എന്ത് ചെയ്തത്? വെള്ളി മെഡൽ നേടിയത്. ഇനി വെങ്കല മെഡൽ നേടിയത് ജർമ്മനി ആണെന്ന് കൂടി ഓർക്കുക. അപ്പോൾ ജർമ്മനിയാണ് എന്ത് ചെയ്തത്? വെങ്കല മെഡൽ നേടിയത്. അപ്പോൾ പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും മെഡലിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ചർച്ച ചെയ്തത്. ഫുട്ബോളിലെ മെഡലിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ പുരുഷ വിഭാഗത്തിലെ സ്വർണ്ണം സ്പെയിനാണ്. അതുപോലെ വനിതാ വിഭാഗത്തിലെ സ്വർണ്ണമാർക്കാണ് USA-ക്കാണ്. ഇനി അടുത്തത് ഹോക്കിയിലെ മെഡലിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തു. പുരുഷ ഹോക്കിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ എങ്കിലും ഓർക്കുക, പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഹോക്കി സ്വർണ്ണം ആർക്കാണ്? അത് നെതർലൻഡിനാണ്. അപ്പോൾ പുരുഷ വിഭാഗമായാലും വനിതാ വിഭാഗമായാലും ഹോക്കിയിലെ സ്വർണ്ണം ആർക്കാണ്? നെതർലൻഡിനാണ് കിട്ടിയത്. ഇനി അതുപോലെ തന്നെ ഇവിടെ രണ്ടാം സ്ഥാനം, അതായത് വെള്ളി മെഡൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കായിരുന്നു വെള്ളി മെഡൽ ലഭിച്ചത്? അത് ജർമ്മനിക്കാണ്. ആർക്കാണ്? ജർമ്മനിക്കാണ് വെള്ളി മെഡൽ ലഭിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെങ്കലം ആർക്കായിരുന്നു? വെങ്കലം ഇന്ത്യക്കായിരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ വനിതാ വിഭാഗത്തിലെ സ്വർണ്ണം നെതർലൻഡാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെള്ളി ആർക്കാണ്? വെള്ളി ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയ്ക്കാണ്. ആർക്കാണ്? ചൈനയ്ക്കാണ് വെള്ളി ലഭിച്ചത്. അതുപോലെ തന്നെ വെങ്കലം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയ്ക്കാണ്. അപ്പോൾ ആർക്കാണ് വെങ്കലം? അർജന്റീനയ്ക്കാണ്. വനിതാ വിഭാഗത്തിൽ എന്ത് ചെയ്തത്? വെങ്കലം ലഭിച്ചെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. ഇനി അടുത്തത് ബാസ്കറ്റ് ബോൾ ആണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു ഇവന്റ് ആണ് ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ. കാരണം ഇതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പുരുഷ വിഭാഗത്തിലെ സ്വർണ്ണം നേടിയത് അമേരിക്കയാണ്. അപ്പോൾ പുരുഷ വിഭാഗത്തിലായാലും വനിതാ വിഭാഗത്തിലായാലും സ്വർണ്ണം നേടിയത് അമേരിക്കയാണെന്ന് ഓർക്കുക. ഇനി പുരുഷ വിഭാഗത്തിലെ വെള്ളി നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ്. അപ്പോൾ എന്താണ്? പുരുഷ വിഭാഗത്തിൽ എന്താണ്? വെള്ളി നേടിയത് ഫ്രാൻസ് ആണ്. ഇനി മൂന്നാം സ്ഥാനത്ത് സെർബിയ ആണെന്ന് കൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സെർബിയാണ് മൂന്നാം സ്ഥാനത്ത്. ഇനി നമുക്ക് വനിതാ വിഭാഗത്തിലേക്ക് വരാം. വനിതാ വിഭാഗം കാര്യമായിട്ട് നോക്കേണ്ടതാണ്. അതായത് ബാസ്കറ്റ് ബോളിലെ വനിതാ വിഭാഗം വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ഈ ഒരു ഈവന്റിനെ പറ്റി പറയുകയാണെങ്കിൽ 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും അവസാനത്തെ ഈവന്റ് ഏതായിരുന്നു? അത് ഈ പറയുന്ന വനിതാ വിഭാഗം ബാസ്കറ്റ് ബോൾ ആയിരുന്നു. അപ്പോൾ എന്താണ്? 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും അവസാനത്തെ ഈവന്റ് ഏതായിരുന്നു? വനിതാ വിഭാഗം ബാസ്കറ്റ് ബോൾ. അതിലെ സ്വർണ്ണം നേടിയത് അമേരിക്ക. ഈ ഒരു സ്വർണ്ണത്തോടു കൂടി അമേരിക്ക എന്ത് ചെയ്തു? മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് വന്നു. അപ്പോൾ ഈ സ്വർണ്ണം നേടിയപ്പോഴാണ് എന്ത് ചെയ്തത്? അമേരിക്ക മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക, വനിതാ വിഭാഗത്തിലെ സ്വർണ്ണമാർക്കായിരുന്നു? അമേരിക്ക
ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, വെള്ളിയും വെങ്കലം കൂടി ഓർക്കുക. അപ്പോൾ ഇവിടെയും വെള്ളി ആർക്ക് തന്നെയാണ്, ഫ്രാൻസിന് തന്നെയാണ് വെള്ളി എന്ന് ഓർക്കുക. ഇനി അതുപോലെ തന്നെ വെങ്കലം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കാണ്. അപ്പോൾ ആർക്കാണ്, ഓസ്ട്രേലിയക്കാണ് വെങ്കലം നേടിയെന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഇതാണ് ബാസ്കറ്റ് ബോളിലെ എന്താന്ന് പറയുന്നത് മെഡൽ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടെന്നീസ് ആണ്. ടെന്നീസിലെ പുരുഷ സിംഗിൾസിൽ സ്വർണ്ണം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൊവാക് ജോക്കോവിച്ച് ആണ്. ആരാണ് ടെന്നീസിലെ പുരുഷ വിഭാഗത്തിൽ എന്താണ് സ്വർണ്ണം നേടിയത് ആരാ, പുരുഷ സിംഗിൾസിൽ സ്വർണ്ണം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൊവാക് ജോക്കോവിച്ച് ആണ്. ഇദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്, സെർബിയ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഈ ഒരു മെഡൽ നേട്ടത്തോടു കൂടി ഇദ്ദേഹം കരിയർ ഗോൾഡൻ സ്ലാം തികച്ചു. അപ്പോൾ എന്താണ് കരിയർ ഗോൾഡൻ സ്ലാം എന്ത് ചെയ്തു, ഇദ്ദേഹം തികച്ചു. ഒരു പക്ഷേ ചോദിക്കുകയാണ് കരിയർ ഗോൾഡൻ സ്ലാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദമാണ്, അത് ടെന്നീസുമായി ബന്ധപ്പെട്ട പദമാണ്. ഇനി എന്താണ് കരിയർ ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത്, അതായത് എന്താണ് 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഒരു ഒളിമ്പിക്സ് സ്വർണ്ണവും നേടുന്നതിനെയാണ് കരിയർ ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, നൊവാക് ജോക്കോവിച്ച് ഈ ഒരു ഒളിമ്പിക്സോട് കൂടി തികച്ചിട്ടുണ്ട്. അതുകൂടി ഓർക്കുക, അദ്ദേഹം സെർബിയൻ താരമാണ്. ഇനി അടുത്തത് ഇതിലെ വെള്ളി മെഡൽ നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. ആരാണ് വെള്ളി മെഡൽ നേടിയത്, കാർലോസ് അൽക്കാരസ് ആണ്. അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്, സ്പെയിൻ ആണ്. അപ്പോൾ സ്പെയിൻ താരമാണ് ആരെന്ന് പറയുന്നത്, കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ എന്താണ് ഈ താരങ്ങളുടെ രാജ്യമൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. ഇനി അടുത്തത് വനിതാ വിഭാഗമാണ്. അപ്പോൾ ടെന്നീസിലെ വനിതാ വിഭാഗമാണ്. അപ്പോൾ അതിൽ സ്വർണ്ണം സിംഗിൾസിൽ സ്വർണ്ണം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിൻ വെൻ ഷെങ്. ആരാണ്, ക്വിൻ വെൻ ഷെങ് ആണ്. ക്വിൻ വെൻ ഷെങ് എന്ന് പറയുന്നത് ചൈനീസ് താരമാണ്. അപ്പോൾ ചൈനയുടെ താരമാണ് ആരെന്ന് പറയുന്നത്, ക്വിൻ വെൻ ഷെങ് എന്ന് പറയുന്നത്. ഇനി വെള്ളി മെഡൽ നേടിയത് ഡോണ വെക്കിക്. ആരാണ്, ഡോണ വെക്കിക് ആണ് എന്ത് ചെയ്തത്, വെള്ളി മെഡൽ നേടിയത്. ഡോണ വെക്കിക് എന്ന് പറയുന്നത് ക്രൊയേഷ്യൻ താരമാണ്. അപ്പോൾ ക്രൊയേഷ്യയുടെ താരമാണ് ആരെന്ന് പറയുന്നത്, ഡോണ വെക്കിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി, അതായത് ഈ ഒരു പേര്, 2 പേരുകൾ കൂടി എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത് ഈ ഒരു ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ താരങ്ങളെയാണ്. അപ്പോൾ 100 മീറ്ററിലെ പുരുഷ വിഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിലെ 100 മീറ്റർ പുരുഷ വിഭാഗത്തിൽ സ്വർണ്ണം നേടിയത് നോഹ ലെയ്ൽസ് ആണ്. ആരാണ്, നോഹ ലെയ്ൽസ് ആണ്. അദ്ദേഹം എന്ന് പറയുന്നത് അമേരിക്കൻ താരമാണ്. അപ്പോൾ അമേരിക്കയുടെ നോഹ ലെയ്ൽസ് ആണ് എന്ത് ചെയ്തത്, സ്വർണ്ണം നേടിയെന്നുള്ള കാര്യം ഓർക്കുക. ഇദ്ദേഹം ഫിനിഷ് ചെയ്ത സമയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 9.784 സെക്കൻഡിലാണ് എന്ത് ചെയ്തത്, നോഹ ലെയ്ൽസ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ നോഹ ലെയ്ൽസ് 9.784 സെക്കൻഡിൽ എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു. അമേരിക്കൻ താരമാണ്, അദ്ദേഹം എന്ത് ചെയ്തു, സ്വർണ്ണം നേടി. ഇനി വെള്ളി മെഡൽ നേടിയത് കിഷൻ തോംസൺ. ആരാണ്, കിഷൻ തോംസൺ ആണ്. ഇദ്ദേഹം ജമൈക്കൻ താരമാണ്. അപ്പോൾ ജമൈക്കയുടെ താരമാണ് ആരെന്ന് പറയുന്നത്, കിഷൻ തോംസൺ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഫിനിഷ് ചെയ്ത സമയം എന്ന് പറയുന്നത് 9.789 സെക്കൻഡ് ആണ്. അപ്പോൾ 9.789 സെക്കൻഡ് ആണ്. അതായത് എത്ര സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് നോഹ ലെയ്ൽസ് സ്വർണ്ണം നേടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ 0.005 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന നോഹ ലെയ്ൽസ് സ്വർണ്ണം നേടിയെന്നുള്ള കാര്യം ഓർക്കുക. കാരണം നമുക്ക് ഈ ഒരു സെക്കൻഡ് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നോഹ ലെയ്ൽസിന് സ്വർണ്ണം, കിഷൻ തോംസന് വെള്ളി. അപ്പോൾ ഇവർ എത്ര സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് സ്വർണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.005 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ആര് സ്വർണ്ണം നേടിയത്, നോഹ ലെയ്ൽസ് സ്വർണ്ണം നേടിയത്. ഇനി അടുത്തത് വനിതകളുടെ 100 മീറ്ററിലാണ്. അപ്പോൾ വനിതകളുടെ 100 മീറ്ററിൽ സ്വർണ്ണം നേടിയത് ജൂലിയൻ ആൽഫ്രഡ്. ആരാണ്, ജൂലിയൻ ആൽഫ്രഡ് ആണ്. ഇനി ജൂലിയൻ ആൽഫ്രഡ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ താരമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സെന്റ് ലൂസിയ. ഏതാണ്, സെന്റ് ലൂസിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ താരമാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്വർണ്ണ മെഡൽ നേടിയ ജൂലിയൻ ആൽഫ്രഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെന്റ് ലൂസിയയുടെ താരമാണ്. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്, സെന്റ് ലൂസിയയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് മെഡൽ നേടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ജൂലിയൻ ആൽഫ്രഡ്. അപ്പോൾ സെന്റ് ലൂസിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെഡൽ നേട്ടമാണ് ആരെന്ന് പറയുന്നത്, ജൂലിയൻ ആൽഫ്രഡ്. ഇനി എത്ര ടൈമിലാണ് എന്ത് ചെയ്തത്, ഫിനിഷ് ചെയ്തത്, അത് 10.72 സെക്കൻഡ്. എത്രയാണ്, 10.72 സെക്കൻഡിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ജൂലിയൻ ആൽഫ്രഡ് ഫിനിഷ് ചെയ്തത്. എന്നാൽ ഈ പറയുന്ന പുരുഷ വിഭാഗത്തിലുള്ള അത്ര ടൈറ്റ് കോമ്പറ്റീഷൻ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, വനിതകളുടെ വിഭാഗത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം, വെള്ളി മെഡൽ നേടിയത് ആരാണ്, ഷക്കാരി റിച്ചാർഡ്സൺ ആണ്. ആരാണ്, ഷക്കാരി റിച്ചാർഡ്സൺ ആണ്. ഒരുപക്ഷേ സ്വർണ്ണം നേടിയേക്കും എന്ന് ഒരുപാട് പേർ പ്രവചിച്ചൊരു താരമാണ് ആരെന്ന് പറയുന്നത്, ഷക്കാരി റിച്ചാർഡ്സൺ എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്തു, വെള്ളി മെഡലിൽ എന്ത് ചെയ്തു, ഒതുങ്ങി പോവുകയായിരുന്നു. ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ താരം. അപ്പോൾ അമേരിക്കൻ താരമാണ് ആരെന്ന് പറയുന്നത്, ഷക്കാരി റിച്ചാർഡ്സൺ എന്ന് പറയുന്നത്. ഇനി എത്ര ടൈമിലാണ് ഫിനിഷ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 10.87 സെക്കൻഡ്. എത്രയാണ്, 10.87 സെക്കൻഡിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഷക്കാരി റിച്ചാർഡ്സൺ എന്ത് ചെയ്തത്, ഫിനിഷ് ചെയ്ത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റു ചില താരങ്ങളാണ്. അതായത് മിഹിയാൻ ലോപ്പസ് എന്ന് പറയുന്ന ഗുസ്തി താരം. അപ്പോൾ എന്താണ് മിഹിയാൻ ലോപ്പസ് എന്ന് പറയുന്ന ഗുസ്തി താരം. ഇദ്ദേഹം ക്യൂബൻ താരമാണെന്ന് പറയുന്നത് മിഹിയാൻ ലോപ്പസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഏത് ഈവന്റിലാണ് സ്വർണ്ണം നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേക്കോ റോമൻ 130 കിലോ വിഭാഗത്തിലാണ് സ്വർണ്ണം. അപ്പോൾ എന്താണ്, ഗ്രേക്കോ റോമൻ 130 കിലോ വിഭാഗത്തിലാണ് സ്വർണ്ണം. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു പേരോട് ഡിസ്കസ് ചെയ്തു, കാരണം ഒരേ ഈവന്റിൽ 5 ഒളിമ്പിക് സ്വർണ്ണം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന മിഹിയാൻ ലോപ്പസ്. അപ്പോൾ എന്ത് ചെയ്തു, ഒരേ ഈവന്റിൽ മിഹിയാൻ ലോപ്പസ് എന്ത് ചെയ്തു, 5 ഒളിമ്പിക് ഗോൾഡ് നേടി.
നേടി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ 5 ഗോൾഡ് ഇദ്ദേഹം നേടി. അപ്പോൾ അതുകൊണ്ടാണ് ചർച്ച ചെയ്തത്. ഇതിന്റെ പേരെന്ന് പറയുന്നത് മിഹിയാൻ ലോപ്പസ് ആണ്. ഗുസ്തി താരമാണ്. ഏത് രാജ്യക്കാരനാണ്? ക്യൂബൻ താരമാണ്. ആരെന്ന് പറയുന്നത്? മിഹിയാൻ ലോപ്പസ്. അടുത്ത് നമുക്ക് നോക്കാനുള്ള പേരെന്ന് പറയുന്നത് സിമോൺ ബൈൽസ്. ആരാണ്? സിമോൺ ബൈൽസ് എന്ന് പറയുന്ന താരം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിംനാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതാണ് അമേരിക്കൻ ജിംനാസ്റ്റിക്സ് താരമാണ്. ആരെന്ന് പറയുന്നത്? സിമോൺ ബൈൽസ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഈ പേര് നമ്മൾ ചർച്ച ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സിമോൺ ബൈൽസ് ഈ ഒരു 2024 ഒളിമ്പിക്സിൽ 3 സ്വർണ്ണവും 1 വെള്ളിയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നേടിയിട്ടുണ്ടായിരുന്നു. 3 സ്വർണ്ണം അതുപോലെ തന്നെ 1 വെള്ളിയും ആര് നേടിയിട്ടുണ്ടായിരുന്നു? സിമോൺ ബൈൽസ് നേടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന സിമോൺ ബൈൽസ് പിന്മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 2024 ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതും ഇപ്പോൾ ഈ ഒരു 3 സ്വർണ്ണവും 1 വെള്ളി മെഡൽ നേടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് അർമാൻ ഡുപ്ലാന്റിസ്. ആരാണ്? അർമാൻ ഡുപ്ലാന്റിസ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ്. ഇദ്ദേഹം എന്ന് പറയുന്നതാണ് സ്വീഡന്റെ പോൾ വാൾട്ട് താരമാണ്. അപ്പോൾ പോൾ വാൾട്ട് താരമാണ് ആരെന്ന് പറയുന്നത്? അർമാൻ ഡുപ്ലാന്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പോൾ വാൾട്ട് സ്വർണ്ണം നേടിയതാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഹോബി പോലെ ഇദ്ദേഹത്തിന്റെ റെക്കോർഡിനെ എല്ലാ വർഷം എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ റെക്കോർഡ് ആരുടെ പേരിലാണ്? ഇദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്. അപ്പോൾ അർമാൻ ഡുപ്ലാന്റിസ് സ്വീഡൻ താരമാണ്. ഇദ്ദേഹം എന്ന് പറയുന്നതാണ് ഒരു പോൾ വാൾട്ട് താരമാണ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത പേരെന്ന് പറയുന്നത് ഇമാനെ ഖലീഫ. ആരാണ് ഇമാനെ ഖലീഫ എന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത് ഒരു ബോക്സറാണ്. അതായത് അൾജീരിയയുടെ ബോക്സറാണെന്ന് ആരെന്ന് പറയുന്നത്? ഇമാനെ ഖലീഫ എന്ന് പറയുന്നത്. കാരണം ഈ പേരുകളൊക്കെ ഒരുപാട് തവണ ഒളിമ്പിക്സിൽ പറഞ്ഞു കേട്ടാൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പേരുകളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇമാനെ ഖലീഫ എന്ന് പറയുന്നത് അൾജീരിയൻ ബോക്സറാണ്. അതായത് വെൽട്ടർ വെയിറ്റ് വിഭാഗത്തിൽ എന്ത് ചെയ്തു? സ്വർണ്ണം നേടിയിരുന്നു. പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് ലിംഗവിഭാഗത്തിൽപ്പെട്ടിരുന്നു. അപ്പോൾ എന്താണ് ലിംഗവിഭാഗത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് നമ്മൾ ഈ ഒരു പേര് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇമാനെ ഖലീഫ അൾജീരിയൻ ബോക്സറാണ്. വെൽട്ടർ വെയിറ്റ് വിഭാഗത്തിലാണ് എന്ത് ചെയ്തത്? സ്വർണ്ണം നേടിയത്. ഇനി മറ്റൊന്ന് സിൻഡി ഗാബ. ആരാണ്? സിൻഡി ഗാബ ബോക്സിംഗ് താരമാണ്. 75 കിലോഗ്രാം വിഭാഗത്തിൽ എന്ത് ചെയ്തു? വെങ്കല മെഡൽ നേടി. അപ്പോൾ ഇതാണ് 75 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഒരു താരത്തിന് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? അതായത് സിൻഡി ഗാബ ഒരു ബോക്സിംഗ് താരമാണ്. 75 കിലോ വിഭാഗത്തിൽ എന്ത് ചെയ്തു? വെങ്കല മെഡൽ നേടി. പക്ഷേ ഈ താരത്തിന് നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭയാർത്ഥി ടീമിനായിട്ട് ആദ്യമായി ഒരു മെഡൽ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത്? സിൻഡി ഗാബ. അപ്പോൾ എന്താണ്? അഭയാർത്ഥി ടീമിനായിട്ട് ആദ്യമായി ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടിയ താരമാണ് സിൻഡി ഗാബ. ഈവന്റ് ബോക്സിംഗ് ആണ്. 75 കിലോഗ്രാം വിഭാഗത്തിലാണ് എന്ത് ചെയ്തത്? സിൻഡി ഗാബ മെഡൽ നേടിയത്. ഇനി അടുത്തത് ലിൻ യൂതിങ് 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണം നേടിയത്. തായ്വാൻ ബോക്സറാണ് ആരെന്ന് പറയുന്നത്? ലിൻ യൂതിങ് എന്ന് പറയുന്നത്. അപ്പോൾ തായ്വാൻ താരമാണ് ആരെന്ന് പറയുന്നത്? ലിൻ യൂതിങ് എന്ന് പറയുന്നത്. 57 കിലോഗ്രാം വിഭാഗത്തിലാണ് സ്വർണ്ണം നേടിയത്. പക്ഷേ ഈ പേര് എന്തുകൊണ്ട് മെൻഷൻ ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അതായത് വനിതാ വിഭാഗത്തിൽ മത്സരിക്കാനായിട്ട് ബോക്സിംഗ് അസോസിയേഷൻ വിലക്കിയ താരമാണ് ആരെന്ന് പറയുന്നത്? ലിൻ യൂതിങ് എന്ന് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്തു? 57 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ എന്ത് ചെയ്തു? സ്വർണ്ണം നേടി. ഇനി അടുത്തത് ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം എന്ത് ചെയ്തു? ഉൾപ്പെടുത്തിയ ഒരു ഈവന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഡാൻസ്. അതായത് 2024 ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ ഈവന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ പുരുഷ വിഭാഗത്തിൽ സ്വർണ്ണം നേടിയത് ഫിലിപ്പ് കിം ആണ്. ആരാണ്? ഫിലിപ്പ് കിം ആണ് പുരുഷ വിഭാഗത്തിൽ എന്ത് ചെയ്ത് സ്വർണ്ണം നേടിയെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ഈ പറയുന്ന ഫിലിപ്പ് കിം എന്ന് പറയുന്നത് കാനഡ താരമാണ്. അപ്പോൾ ഫിലിപ്പ് കിം എന്ന് പറയുന്നത് എന്താണ്? കാനഡ താരമാണ്. ഇനി അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ സ്വർണ്ണം നേടിയത് അമി യുഎസ്. ആരാണ്? അമി യുഎസ് ആണ്. അമി യുഎസ് എന്ന് പറയുന്നത് ജാപ്പനീസ് താരമാണ്. അപ്പോൾ ജപ്പാൻ താരമാണ് ആരെന്ന് പറയുന്നത്? അമി യുഎസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പേരുകൾ കൂടി ഓർക്കുക. കാരണം ബ്രേക്ക് ഡാൻസ് ആദ്യമായാണ് എന്ത് ചെയ്തത്? ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത്. ഇനി ബാഡ്മിന്റൺ കൂടി നമുക്ക് നോക്കി വയ്ക്കാം. അതായത് ബാഡ്മിന്റണിൽ എന്ത് ചെയ്തു? പുരുഷ സിംഗിൾസിലെ സ്വർണ്ണം നേടിയത് വിക്ടർ അക്സൽസൺ ആണ്. വിക്ടർ അക്സൽസൺ ആണ്. അദ്ദേഹം ഡെൻമാർക്ക് താരമാണ്. അപ്പോൾ വിക്ടർ അക്സൽസൺ എന്ന് പറയുന്നത് ഡെൻമാർക്ക് താരമാണ്. ആ ഒരു പേര് കൂടി ഓർക്കുക. അപ്പോൾ വിക്ടർ അക്സൽസൺ ഡെൻമാർക്ക്. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? പുരുഷ സിംഗിൾസിൽ ബാഡ്മിന്റണിലെ പുരുഷ സിംഗിൾസിൽ എന്ത് ചെയ്തത്? സ്വർണ്ണം നേടിയത്. അപ്പോൾ സെമിയിൽ ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ആണ്. അപ്പോൾ ലക്ഷ്യ സെൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സെമിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ എന്ത് ചെയ്തു? സെമിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒളിമ്പിക്സിൽ പുരുഷ ബാഡ്മിന്റൺ സിംഗിൾസിൽ സെമിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത്? ലക്ഷ്യ സെൻ എന്ന് പറയുന്നത്. പക്ഷേ സെമിയിൽ എന്ത് ചെയ്തു? ഇദ്ദേഹം വിക്ടർ അക്സൽസനോട് പരാജയപ്പെട്ടു. അപ്പോൾ വിക്ടർ അക്സൽസൺ ആണ് സ്വർണ്ണം നേടിയത്. ഇനി വനിതാ സിംഗിൾസിലാണെങ്കിൽ ആൻ സെ യങ് ആണ്. ആരാണ്? ആൻ സെ യങ് ആണ്. ആൻ സെ യങ് എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയ താരമാണ്. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ താരമാണ് ആരെന്ന് പറയുന്നത്? ആൻ സെ യങ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻ സെ യങ് ആണ് വനിതാ സിംഗിൾസിൽ എന്ത് ചെയ്തത്? സ്വർണ്ണം നേടിയത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് എന്താണ്? പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, വേദികളെ പറ്റി പറഞ്ഞു, ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മെഡൽ നേട്ടത്തെ പറ്റി പറഞ്ഞു, മെഡൽ ടേബിളിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഒരു ഒളിമ്പിക്സിൽ ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് ഇന്ത്യൻ താരങ്ങളുടെ പേര് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് മറ്റ് ചില മെഡൽ നേട്ടങ്ങൾ പറഞ്ഞു, അതിനൊപ്പം തന്നെ ഈ ഒരു ഒളിമ്പിക്സിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റ് രാജ്യങ്ങളിലെ ചില താരങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വളരെ കാര്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെച്ചേക്കുക. കാരണം വരാൻ പോകുന്ന പരീക്ഷയ്ക്കൊക്കെ, അതായത് ഒരു 4 വർഷത്തേക്കുള്ള പരീക്ഷകൾ എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്, ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അപ്പോൾ കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.